വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് ഫിനിഷ് ചെയ്ത് ബികോം ഫിഫ്ത്ത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പറാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ട്. എസ് എ പാർട്ട് മാത്രമാണ് എനിക്ക് റിപ്പീറ്റ് അല്ലാത്ത ചില ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് പേപ്പർ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് സ്പെഷ്യലൈസേഷൻ 1 പാർട്ട് A. 15 ചോദ്യങ്ങളിൽ ആദ്യത്തെ NSE ഷുവറായിട്ട് ഞാൻ പറഞ്ഞ ചോദ്യം, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് പറഞ്ഞ ചോദ്യം, വെഞ്ചർ ക്യാപിറ്റല്, ഫാക്ടറിങ് ആൻഡ് ഫോർഫീറ്റിംഗ്, അണ്ടർറൈറ്റിംഗ്, ഇതൊക്കെ ഇന്നലെ പറഞ്ഞാണ്. മ്യൂച്വൽ ഫണ്ട് എന്താണ്, SIDBI, കോൾ മണി ഷുവർ ക്വസ്റ്റനിൽ പറഞ്ഞു, ഫിനാൻഷ്യൽ സിസ്റ്റം, ദെൻ ലീസിംഗിലോ ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള ഡിഫറൻസ്, ബുക്ക് ബിൽഡിംഗ് ഷുവറിൽ പറഞ്ഞു, ADR പറഞ്ഞിട്ടുണ്ടായിരുന്നു, GDR ADR ഒക്കെ നോക്കാൻ പറഞ്ഞ റിപ്പോ വന്നു, UTI, പിന്നെ ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിംഗ്. 15 നമ്മൾ മെജോറിറ്റി പറഞ്ഞു തന്നെയാണ് വന്നിട്ടുള്ളത്. പാർട്ട് ബിയില് റോൾ ഓഫ് RBI ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ് പറഞ്ഞ ചോദ്യമാണ്. RBI നോക്കണം. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് പറഞ്ഞ ചോദ്യം തന്നെ. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് പറഞ്ഞാണ്. നബാർഡ് ഫങ്ഷൻസ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മ്യൂച്വൽ ഫണ്ട് അഡ്വാൻറ്റേജസ്, ദെൻ ഫങ്ഷൻസ് ഓഫ് SEBI പറഞ്ഞാണ്. ഫീച്ചേഴ്സ് ഓഫ് NBFC അതും നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാർട്ട് എയും പാർട്ട് ബിയും വളരെ എളുപ്പമാണ്. പോകുമ്പോഴും അധികം ബുദ്ധിമുട്ടെന്നല്ല, ബട്ട് ചിലത് റിപ്പീറ്റ് അല്ലാത്തത് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദെൻ ലീസിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഇതാണ് റിപ്പീറ്റ് അല്ലാത്തത്. 2 and 5 കണ്ടുവരാറ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ദെൻ റോൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ പാർട്ട് C ആണ് ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ള, ബാക്കിയൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്. ഇനി ലാസ്റ്റ് എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.